മിഡിൽ ഈസ്റ്റിലെ സാഹചര്യം വളരെ കലുഷിതമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ ചിന്തിച്ചതുപോലെയല്ല. അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് മിഡിൽ ഈസ്റ്റിൽ വളരെ വലിയ സൈനിക സന്നാഹങ്ങളും ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വാർത്തയാണ്. അത് അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇറാന്റെ സൈഡിൽ നിന്നും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ സൈഡിലും അത്തരം രീതിയിലുള്ള വലിയൊരു സൈനിക സന്നാഹങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നുള്ളത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, വെസ്റ്റ് ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമതായി, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇൻ കൺഫ്യൂഷൻ. ട്രംപിന്റെ ആ ഒരു ടീം വളരെ വലിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനെപ്പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അമേരിക്ക സൈസ് ഇസ്രായേൽ വിൽ ലീഡ് ദ IRGC അറ്റാക്ക്. ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അതിന് നേതൃത്വം നൽകുക ഇസ്രായേലാണെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട്. മോർ എക്കോണമിക് സാങ്ഷൻ ഓൺ ഇറാൻ. ഇറാന്റെ മേലിൽ സാമ്പത്തിക ഉപരോധം കൂടുതലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമേരിക്ക പ്ലാൻ ചെയ്യുന്നുണ്ട്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഫ്രീസ് 2.3 മില്യൺ ഫണ്ടിങ് ഓൺ ഹവാർഡ് യൂണിവേഴ്സിറ്റി. ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രോ പാലസ്റ്റീൻ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അവരെ എഡ്യൂക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഹവാർഡ് യൂണിവേഴ്സിറ്റി കൂടുതൽ അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതുകൊണ്ട് അവർ ഒരു ഫണ്ട് ഫ്രീസിങ്ങിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റിയും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ബിബി എൻഡേഴ്സൺ, ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ കഴിഞ്ഞ ദിവസം പ്രവേശിച്ചിരുന്നു. IDF killed 130 ഹിസ്ബുള്ള ടെററിസ്റ്റ്. യുക്രൈൻ വേഴ്സസ് അമേരിക്ക മിനറൽസ് ഡീൽ, അത് വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് പറയുന്നുണ്ട്. ഹമാസ് സൈസ് ദ വിൽ റിലീസ് 59 ലൈവ് ഹോസ്റ്റേജസ്. അപ്പൊ അത്തരം ഒരു വാർത്തയും വരുന്നുണ്ട്. ദ വോൾ സ്ട്രീറ്റ് ജേണൽ സൈസ് ഗ്രൗണ്ട് ഓഫൻസീവ് ഇൻ യമൻ. അപ്പോൾ വോൾ സ്ട്രീറ്റ് ജേണൽ കഴിഞ്ഞ ദിവസം വിട്ടിട്ടുണ്ടായിരുന്നു, പുറത്തുവിട്ടൊരു വാർത്തയാണ്. അമേരിക്ക, UAE, സൗദി അറേബ്യ ഒരു ഗ്രൗണ്ട് ഒഫൻസീവ് ഇൻ യമനിൽ നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതിനെപ്പറ്റിയുള്ള വാർത്ത വരുന്നുണ്ട്. അമേരിക്ക അറ്റാക്ക് 3 ഹൂതി ഡെസ്റ്റിനേഷൻസ് ഇൻ യമൻ. അവർ ഹൂതി ബേസസിനെ അവിടെ ആക്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നബാഡിയ മിലിറ്ററി ബേസ് സെറ്റ്സ് എമുനേഷൻസ് അഗൈൻസ്റ്റ് IRGC സ്ട്രൈക്ക്. അതേപോലെ തന്നെ IDF ആൻഡ് IAF സെറ്റ് എവറിത്തിങ് റെഡി ടു അറ്റാക്ക് ഇറാൻ. അപ്പൊ ഇത്തരം കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമതായി, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇൻ കൺഫ്യൂഷൻ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒമാനിൽ വെച്ചിട്ട് അമേരിക്കയുടെ പ്രതിനിധികളും ഇറാന്റെ പ്രതിനിധികളും ഇറാന്റെ ആണവ നിരായുധീകരണം ബന്ധപ്പെട്ട് ചർച്ച നടത്തി. ആ ചർച്ചയുടെ പ്രോഗ്രഷൻ ഈ പറയുന്ന 19-ാം തീയതി ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ വെച്ചിട്ട് നെക്സ്റ്റ് ലെവൽ ചർച്ച നടത്താൻ വേണ്ടി പോകുന്നത്. ഈ നെക്സ്റ്റ് ലെവൽ ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് പല സംഭവവികാസങ്ങളാണ് നടന്നിട്ടുള്ളത്. പല സംഭവവികാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഈ മിഡിൽ ഈസ്റ്റ് എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫ്, അദ്ദേഹം തന്റെ നിലപാടുകളിൽ ഇങ്ങനെ മാറി മറിയുന്നതായിട്ടാണ് കണ്ടത്. ആദ്യം അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു, ഇറാന് 3.67% യുറേനിയം സമ്പുഷ്ടീകരിക്കാമെന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് മലക്കം പറഞ്ഞുകൊണ്ട് പറയുന്നു ഇറാന് ഒരു ന്യൂക്ലിയർ അമിനേഷനും പാടില്ല എന്ന തലത്തിലേക്ക് വരുന്നു. അത്തരം രീതിയിൽ ഉള്ള സംസാരങ്ങളും ഒരു കൺഫ്യൂഷൻ ഈ പറയുന്ന അമേരിക്കയുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ് സ്റ്റീവ് വിറ്റ്കോഫ്, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇനി മറ്റൊരു തലത്തിൽ പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ തങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺസിലേക്കുള്ള അതിന്റെ ആ പ്രോഗ്രഷൻ അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള ഈ ഒരു അമിനേഷനുമായി ബന്ധപ്പെട്ട് തുടർന്ന് അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഇറാന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന രീതിയിലായിരിക്കും ഇനി അമേരിക്കയുടെ ആക്രമണം എന്നുള്ള രീതിയിലും ഒരു സംസാരം വരുന്നുണ്ട്. അപ്പൊ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി പറഞ്ഞത് അമേരിക്കയുടെ നിലപാടുകളെ വളരെ സംശയാസ്പദമായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ അമേരിക്കയുടെ ഈ പല കാര്യങ്ങളിലുമുള്ള ഈ ഒരു മലക്കം മറച്ചിലും അപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെന്റുകളെ വിശ്വാസയോഗ്യമായിട്ട് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നും അവരും പ്രതികരിച്ചു. അപ്പൊ രണ്ടാമത്തെ ചർച്ചയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് രണ്ട് വശത്തും വളരെ വലിയ സംശയമാണ്, വളരെ വലിയ രീതിയിലുള്ള ഒരു അരാജകത്വം നിറഞ്ഞൊരു അന്തരീക്ഷം. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്തും അന്തരീക്ഷം കലുഷിതമാണ്. ഈ കലുഷിതമായ സാഹചര്യത്തിലാണ് ഇനി രണ്ടാമത്തെ ഒരു ചർച്ച
റോമിലെ വെച്ചിട്ടുള്ളത്. അപ്പൊ റോമിലേക്കാണ് എല്ലാ കണ്ണുകളും എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, പുലിവാല് പിടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കേണ്ടതുണ്ട്. ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഇങ്ങനെ അത് എൻറിച്ച് ആയി വരുന്നത്, അത് ഗ്രോ ആയി വരുന്നതിലൊന്നും അമേരിക്കയ്ക്ക് താല്പര്യമില്ല. അപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് ശക്തമായ രീതിയിലുള്ള ഈ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് അമേരിക്കയുടെ ഈ കൈയും കാലും ഒക്കെ എന്താ പറയുന്ന നിലത്തുറയ്ക്കാത്ത രീതിയിലുള്ള കൺഫ്യൂഷൻ ഉണ്ട് ഈ വിഷയത്തിൽ നിന്നുള്ള പറയാൻ വേണ്ടിയിട്ടുള്ള പ്രധാന കാരണം. അടുത്തതായിട്ട് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ മേൽ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അതിന് നേതൃത്വം നൽകുക ഇസ്രായേൽ ആയിരിക്കും, ഇസ്രായേലിന്റെ ജെറ്റുകളായിരിക്കും ആദ്യമേ പറക്കുക എന്ന് അദ്ദേഹം തന്റെ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അവിടെ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക ലാസ്റ്റ് ടൈം വിസിറ്റ് ചെയ്തപ്പോൾ തങ്ങളുടെ കൂടിക്കാഴ്ചയിൽ പത്രപ്രവർത്തകരുമായിട്ട് സംവാദിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പ്രത്യേകാൽ ഇവിടെ എടുത്തു പറയട്ടെ. അമേരിക്കയെക്കാട്ടും കൂടുതൽ ഈ കാര്യത്തിൽ ശക്തിയും അതേപോലെ തന്നെ കുറച്ചും കൂടി ഒരു ആത്മവിശ്വാസം ഉള്ളത് ഇസ്രായേലിനാണെന്നുള്ള കാര്യം ട്രംപ് പറയാതെ പറഞ്ഞിട്ടുണ്ട്. കാരണം അമേരിക്കയ്ക്ക് വെപ്പണും അതേപോലെ അധികാരവും ഒക്കെ അമേരിക്കയുടെ കയ്യിലാണെങ്കിൽ പോലും ഇസ്രായേലിന്റെ അത്രയും ഒരു തന്റേടവും ധൈര്യവും അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. അമേരിക്ക ഈ ഒരു ഓപ്പറേഷന് പോവുകയാണെങ്കിൽ അമേരിക്കയെ കൊണ്ട് ഇത് എത്ര ശതമാനത്തോളം വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന് തന്നെ അതിനകത്ത് വളരെ വലിയ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ മോർ കൺസേൺഡ് ആണ്. അവര് വളരെയധികം ഈ കാര്യത്തെപ്പറ്റി വിശദമായി വർഷങ്ങളായി ഇറാന്റെ ഈ ന്യൂക്ലിയർ ഡെവലപ്മെന്റിനെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതിനെ തകർക്കുവാനുള്ള സ്ട്രാറ്റജി കാലാകാലങ്ങളായിട്ട് അവർ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് അവർക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് അമേരിക്കയെക്കാട്ടിയും എന്തുകൊണ്ടും ഈ ഒരു നടപടിയിലേക്ക് നീങ്ങുവാൻ ഇസ്രായേലിനാണ് കൂടുതൽ കരുത്തുള്ളത് എന്നത് എടുത്തു പറയട്ടെ. അടുത്തതായിട്ട് ട്രംപ് പറഞ്ഞത് കൂടുതൽ എക്കോണമിക് സാങ്ഷൻ ഇറാന്റെ മേൽ കൊണ്ടുവരുമെന്നുള്ളതാണ്. അപ്പോൾ ട്രംപ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഇറാനെ ഒതുക്കി നിർത്തുക, അല്ലെങ്കിൽ ഇറാന്റെ ഇപ്പോഴത്തെ ഈ ഒരു ആണവായുധവൽക്കരണം അതിനെ തടയുക എന്നുള്ള നയത്തിലേക്കാണ്. നമുക്കറിയാം ഡീഗോ ഗാർഷ്യയിലും അതേപോലെ തന്നെ സൈപ്രസ് ഐലൻഡ്, ഇസ്രായേല്, അതേപോലെ തന്നെ അമേരിക്കയുടേതായിട്ടുള്ള ഗൾഫ് മേഖലയിലുള്ള എല്ലാ ബേസുകളിലും അമേരിക്ക അലേർട്ട് കൊടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ അമേരിക്ക ഇത്തരം രീതിയിൽ കൊടുത്തിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മോർ പ്രഷർ ഇറാന്റെ മേൽ കൊടുക്കുകയും ഇറാൻ ഭയപ്പെട്ടിട്ട് ഇത്തരം രീതിയിൽ നിന്നുള്ള ഒരു ന്യൂക്ലിയർ വെപ്പൺ എന്നുള്ള ആ ഒരു ഡെവലപ്മെന്റിൽ നിന്ന് പിന്മാറാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അമേരിക്ക ഒരു ഡയറക്റ്റ് യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇത്തരം രീതിയിലുള്ള ഈ അമിനേഷൻ ആ ഭാഗത്ത് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ, ആ ഭാഗത്ത് അത് റെഡിയാക്കി വെക്കുന്നതിലൂടെ ഇറാനെ ഭയപ്പെടുത്തി പിന്മാറ്റുക എന്നുള്ളതാണ് അമേരിക്ക ഇതിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെയാണ് എക്കോണമിക് സാങ്ഷൻസ് കാലാകാലങ്ങളായിട്ട് അമേരിക്ക ഇറാന്റെ മേൽ നടത്തുന്നതാണെങ്കിൽ പോലും ഇറാൻ അതിനെയൊന്നും വകവെക്കാതെ തന്നെ തങ്ങളുടെ ആയുധ വിപുലീകരണത്തിലും മിസൈൽ പരീക്ഷണങ്ങളിലും ആണവായുധ ഉൽപാദനത്തിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ ഒരു 19% യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ വക്കിൽ വന്നിരിക്കുന്നത്. ഏതാനും ചില നാളുകൾക്കുള്ളിൽ ഇറാൻ ഒരു ആണവായുധ രാഷ്ട്രമായി തീരാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അമേരിക്ക ഈ ഹവാർഡ് യൂണിവേഴ്സിറ്റി ഫണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ വിദേശ സ്റ്റുഡൻസിന്റെ വിസ പ്രോസസ്സിങ്ങിലും അവരുടെ തുടർ പഠനങ്ങളിലും ഒക്കെ ഉള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ അമേരിക്കൻ ഗവൺമെന്റ് ഹവാർഡ് യൂണിവേഴ്സിറ്റിയെ ഒരുപാട് തരത്തിൽ സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഹവാർഡ് യൂണിവേഴ്സിറ്റിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ആന്റി സെമിറ്റിസവും അതേപോലെ തന്നെ പ്രോ പാലസ്തീൻ നിലപാടും പലപ്പോഴും ഹവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുമുള്ള സഹായം ഇനി ഹവാർഡ് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കണ്ട എന്നുള്ളതാണ് ഇപ്പോൾ തത്വത്തിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ $2.3 മില്യൺ ഈ ഹവാർഡ് യൂണിവേഴ്സിറ്റിക്കുള്ള ഫണ്ട് ഇപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഹവാർഡ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെ പല അഡ്വക്കേറ്റ്സ് ഹവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രീഡത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ടാക്സ് ഇൻക്രിമെന്റ് ഹവാർഡ് യൂണിവേഴ്സിറ്റിയുടെ മേൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു നയപ്രഖ്യാപനവും അത്തരം തീരുമാനങ്ങളിലേക്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കടന്നിട്ടുണ്ട്. ഇതിനെതിരെയും ഹവാർഡ് യൂണിവേഴ്സിറ്റി
രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഹവാർഡ് യൂണിവേഴ്സിറ്റി കൂടാതെ കൊളംബിയ യൂണിവേഴ്സിറ്റി, ക്രൗൺ യൂണിവേഴ്സിറ്റി, അതുപോലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, കോണൽ യൂണിവേഴ്സിറ്റി, നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി, ഇത്ര യൂണിവേഴ്സിറ്റികളുടെ മേലെല്ലാം ട്രംപ് ഇതേപോലുള്ള രീതിയിൽ അവരുടെ ഫണ്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നെത്തിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ പ്രവേശിച്ചിരിക്കുന്നു. നോർത്ത് വെസ്റ്റേൺ ഗാസയിൽ അദ്ദേഹം പല സ്ഥലങ്ങളിലും ചെന്ന് IDF സോൾജിയേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്ക് കൂടുതൽ കരുത്തു പകരുന്നതിനായിട്ട് അദ്ദേഹം അവിടെ പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. പരിപൂർണമായ സുരക്ഷാ വലയത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഗാസ പ്രവേശനം എന്നുള്ളതും എടുത്തു പറഞ്ഞോട്ടെ. അപ്പോൾ ഇത് യുദ്ധത്തിന്റെ മറ്റൊരു ലെവലിലേക്ക് ഒരു തരത്തിലും ഇസ്രായേൽ ആർമി ഗാസ വിട്ടൊഴിയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഗാസയെ പരിപൂർണമായിട്ട് ഹമാസ് ഇല്ലാത്തൊരു ഗാസയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇസ്രായേൽ സേന ശക്തമായ പോരാട്ടമാണ് ആ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരു വാർത്തയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് ഇനി ഇസ്രായേലിന്റെ സൈന്യം ഗാസ വിട്ടൊഴിയുന്നതായിട്ടുള്ള ഒരു പരിപാടിയല്ല, ഇനി അവിടെ തന്നെ തുടരാനുള്ളതാണ് ഇസ്രായേലിന്റെ സോൾജിയേഴ്സും IDF ഒക്കെ എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അടുത്തായി പറയുകയാണെങ്കിൽ IDF killed 130 ഹിസ്ബുള്ള ടെററിസ്റ്റ് ഇൻ ലെബനിൽ ഒരു കോമ്പാക്ട് സെക്യൂരിറ്റി ഓപ്പറേഷൻ നടത്തുന്നതിനിടയിലാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇത്തരം രീതിയിലുള്ള ശക്തമായ ഒരു ആക്രമണം IDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഡ്രോൺസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം രീതിയിലുള്ള വലിയ ഒരു മാസക്കർ ഇസ്രായേൽ സൈന്യം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ള ഒരു തരത്തിലും ഒരു അമിനേഷൻ വീണ്ടും അത് കൈവശപ്പെടുത്തുവാനും ഇസ്രായേലിന്റെ നോർത്തേൺ ടെറിട്ടറിയിലേക്ക് ഇനി ഒരു അറ്റാക്ക് ഉണ്ടാകാതെ റെസിഡൻഷ്യൽ മേഖലയിൽ നിരന്തരമായി ഹിസ്ബുള്ളയുടെ അറ്റാക്ക് ഉണ്ടായിരുന്നു. അവിടുന്ന് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുന്നതായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ട് നേരത്തെ വന്നിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായി ഇസ്രായേൽ പ്രതിരോധിക്കുകയും അതേപോലെ തന്നെ ശക്തമായ വാണിംഗ് ആണ് ഈ പറയുന്ന ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേൽ കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഇസ്രായേൽ അംഗീകരിക്കത്തില്ല ഇസ്രായേലിന്റെ നോർത്തേൺ മേഖലയിൽ ഇനി ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. മാത്രവുമല്ല, ഇറാനുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘടനം വരികയാണെങ്കിൽ, ഒരു യുദ്ധം ആസന്നമാകുകയാണെങ്കിൽ ഇത്തരം ഇറാന്റെ പ്രോക്സികളുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള ഇനിയൊരു ഭീഷണി ഇസ്രായേലിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അപ്പൊ പരമാവധി ഹിസ്ബുള്ളയ്ക്ക് നാശം വിതയ്ക്കുക, ഇനി ഒരു തരത്തിലുമുള്ള ഒരു അറ്റാക്ക് ഇസ്രായേലിന്റെ മേൽ ഈ പറയുന്ന ലെബനൻ ഭാഗത്തു നിന്ന് ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സകലവിധ മുന്നൊരുക്കങ്ങളും എടുക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരം രീതിയിലുള്ള വലിയ അറ്റാക്കുകൾ ഗാസയിലും അതേപോലെ ലെബനനിലും സിറിയയുടെ പല മേഖലകളിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള അറ്റാക്ക് വിവിധ മുഖങ്ങളിൽ ഇസ്രായേൽ ഈ പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനെതിരെ നടത്തുന്നു എന്നുള്ളത് ഈ ഇറാനുമായിട്ടുള്ള ആസന്നമായിരിക്കുന്ന ഒരു യുദ്ധത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടും കൂടിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. അടുത്തതായി പറയുകയാണെങ്കിൽ യുക്രൈനും അമേരിക്കയുമായിട്ടുള്ള ഒരു മിനറൽസ് ഡീല് ഉടൻ വരുമെന്നുള്ള ഒരു പ്രഖ്യാപനം രണ്ട് സൈഡിൽ നിന്നും വരുന്നുണ്ട്. നേരത്തെ അമേരിക്ക പറഞ്ഞിരുന്നു, അമേരിക്ക യുക്രൈന് നൽകിയ ആയുധങ്ങൾ, യുക്രൈനെ റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആയുധം നൽകി സഹായിച്ചത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ചുമ്മാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. അപ്പോൾ അമേരിക്ക അതിന് പ്രതിഫലമായിട്ട് ചോദിച്ചിരിക്കുന്നത് യുക്രൈനിലെ മിനറൽസ്, അത് അത്തരം രീതിയിലുള്ള ധാതുക്കളുടെ ഖനനം, അതിന് പൂർണ്ണ അധികാരം അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് അമേരിക്ക നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. അതിന് ഫസ്റ്റ് ടൈമില് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അദ്ദേഹം ഇതിനെതിരെ സംസാരിച്ചിരുന്നെങ്കിലും പെന്റഗന്റെയും അതേപോലെ തന്നെ വാഷിംഗ്ടൺ DC-യുടെയും ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള ഈ പ്രതിരോധവും അതേപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രഷറൈസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു ഡീലിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത് എന്നുള്ളത് രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള സമ്മർദ്ദം വളരെയധികം കുറച്ചിട്ടുണ്ട് എന്നുള്ളതും അവർ തമ്മിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരമായി എന്നുള്ളതും ഈ ഒരു ഡീലിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഫൈനലി ഹമാസിന് ഗത്യന്തരമില്ലാതെ ഹമാസ് ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് 59 ലൈവ് ഹോസ്റ്റേജസ് ഇസ്രായേലിന്റെ ഹമാസിന്റെ കയ്യിലുണ്ട്. ബാക്കിയുള്ളവര് കുറെ പേര് മരിച്ചോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ലൈവ് 59 ഹോസ്റ്റേജസിനെ ഇസ്രായേലിന് വിട്ടുകൊടുക്കാമെന്നുള്ളൊരു
ആ ഒരു ഡീലിലേക്ക് ഇപ്പൊ ഹമാസ് വരാം എന്നുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണമാണ്. ശക്തമായ ആക്രമണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോയി ബെഞ്ചമിൻ നെതന്യാഹുവും അതേപോലെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ആ ഒരു ഇരുവരുടെയും ഒരു കണ്ടുമുട്ടൽ, അല്ലെങ്കിൽ അവർ നടത്തിയ സംഭാഷണങ്ങളാണ് ഇത്തരം രീതിയിലേക്കുള്ള വലിയൊരു ആക്രമണം ഗാസയിലേക്ക് അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. കാരണം ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പിന്തുണ ഇസ്രായേലിനും പ്രത്യേക ബെഞ്ചമിൻ നെതന്യാഹുവിനും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും ഹമാസിന്റെ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യം വെക്കണ്ട എന്നുള്ള തലത്തിലേക്ക് ഇസ്രായേൽ തീരുമാനമെടുക്കുകയാണ്. ആ ഒരു തീരുമാനത്തിന്റെ ബേസിൽ കൂടിയാണ് ഇപ്പോൾ ഹമാസ് ഒരു ഏകദേശം കീഴടങ്ങലിന്റെ വക്കിൽ വന്നു നിൽക്കുന്നത്. ഇനി പറയുകയാണെങ്കിൽ വാൾ സ്ട്രീറ്റ് ജേർണലിന് അവരിങ്ങനെ ഒരു റിപ്പോർട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഈ US, സൗദി, UAE ആർമി യമനിൽ കടന്നുകൊണ്ട് ഹൂതി ശക്തി കേന്ദ്രങ്ങളെ കരയാക്രമണത്തിലൂടെ നിഷ്പ്രഭമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള കാര്യം ഈ പറയുന്ന വാൾ സ്ട്രീറ്റ് ജേർണൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് UAE അഡ്മിനിസ്ട്രേഷനിൽപ്പെട്ട പ്രധാനിയാണ്. അതിനുശേഷം സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്നും ഇതിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങൾക്ക് അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഇന്റൻഷൻ ഇല്ല എന്നുള്ളത് ഭയന്നിട്ടാണോ ഇനി എന്തുകൊണ്ടാണോന്ന് അറിയത്തില്ല, രണ്ട് രാഷ്ട്രങ്ങളുടെയും അവരുടെ പ്രമുഖന്മാര് മുൻപോട്ട് വന്ന് അതിനെ നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ യമനിലേക്ക് കരയാക്രമണം നടത്താൻ വേണ്ടിയിട്ട് തങ്ങളുടെ സൈഡിൽ നിന്ന് യാതൊരുവിധ ഇന്റൻഷനും ഇല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങൾ. അടുത്തായി പറയുകയാണെങ്കിൽ ഹൂതി കേന്ദ്രങ്ങളെ ശക്തമായ രീതിയിൽ ആക്രമിച്ചിരിക്കുകയാണ് അമേരിക്ക. 3 സ്ഥലങ്ങളിലായിട്ട് 10ലേറെ ആക്രമണങ്ങളാണ് അതിശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബ്സ് ഉപയോഗിച്ചുകൊണ്ട് 1000 IB 10,000 IB ഇത്തരം വലിയ ഹെവി ബോംബാർഡാണ് ഇപ്പോൾ ഹൂതി കേന്ദ്രങ്ങളിൽ നടത്തിയിരിക്കുന്നത്. സദ, അതേപോലെ തന്നെ അൽ ഹുദൈദ, അൽ ബെയ്ദ, ഇത്തരം 3 സ്ഥലങ്ങളിലാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഈ പറയുന്ന ഹൂതി കേന്ദ്രങ്ങളെ, ഹൂതി ബേസുകളെയൊക്കെ ആക്രമിച്ചിരിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഇറാനുമായിട്ടൊരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് ഈ പറയുന്ന ഹൂതികളെ പരമാവധി തകർക്കുക എന്നുള്ളത് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് അമേരിക്ക നിരന്തരമായി 200-ലധികം എയർ സ്ട്രൈക്കുകളാണ് യമനിൽ വിവിധ ഹൂതി കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ളത്. ഇതിൽ പല ഹൂതി പ്രമുഖന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹൂതികളുടെ ഒരുപാട് ആയുധശാലകളും ആയുധ ഡിപ്പോകളും ഒക്കെ തകർത്ത് തരിപ്പണമാക്കുവാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അമേരിക്ക ശക്തമായ ആക്രമണം തുടരും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തതായി പറയുകയാണെങ്കിൽ ഇസ്രായേലിലെ നബൈഡ മിലിറ്ററി ബേസ് വളരെ വലിയ രീതിയിലുള്ള ഒരു സൈനിക സന്നാഹമാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ IDF-ഉം IAF-ഉം ഒക്കെ വളരെ ശക്തമായ രീതിയിൽ ഉള്ള ഒരു സൈനിക സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകളെല്ലാം അമ്യുനേഷൻ സെറ്റ് ചെയ്തുകൊണ്ട് IRGC ഇറാൻ റവല്യൂഷണറി ഗാർഡിനെതിരെയുള്ള വളരെ ശക്തമായ ഒരു ആക്രമണത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നും ഈ പറയുന്ന ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്മെന്റ് എന്നുള്ള ആ പദ്ധതിയിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എങ്കിൽ, അതിൽ നിന്ന് ഇറാൻ പിന്മാറുന്നില്ല എങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനോട് നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് USA അവരുടെ പല മിലിറ്ററി ബേസുകളുടെയും ഡിഫൻസീവ് സിസ്റ്റംസ്, ഡിഫൻസ് ബാറ്ററീസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. പുതിയ ഡിഫൻസ് ബാറ്ററി യൂണിറ്റുകൾ പല എയർബേസുകളിലേക്ക് അമേരിക്ക എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം ഡീഗോഗാഷ്യയിൽ പുതിയ ഒരെണ്ണം ഇപ്പോൾ കൊണ്ടുവന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു കൗണ്ടർ ഒഫൻസീവ് ആയിട്ടുള്ള അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കും യാതൊരു വിധത്തിലുള്ള അപകട സാധ്യതകളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായൊരു മുന്നൊരുക്കമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതെല്ലാം വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. വളരെ ശക്തമായ ഒരു ആക്രമണം ഇപ്പോൾ പ്ലാൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിനകത്ത് വളരെ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ നിലനിൽപ്പിനും അതേപോലെ ഭാവിക്കും ദോഷകരമായ രീതിയിൽ ഇറാനെ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി ഉള്ള ഒരു രാജ്യമാക്കി മാറ്റാൻ ഇസ്രായേൽ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്
ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ തുടർന്നും എൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക. അപ്പോൾ മറ്റൊരു ലോക വാർത്തയായി കാണും വരെ ഗുഡ് ബൈ.